കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Good morning, sir. ബ്രദറിലോ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണോ? ഡോക്ടർ എന്ത് പറഞ്ഞു ബ്രദറിലോ? ഇനി എത്ര സിറ്റിംഗ്സ് വേണ്ടി വരും? അനിയത്തി കുട്ടിയുടെ ഇന്റൻഷൻ എനിക്ക് മനസ്സിലായില്ല. ശ്രീലക്ഷ്മിക്ക് അസുഖം വേഗം ഭേദമാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചാണോ അതോ? അയ്യോ, അതെന്താ ബ്രദറിലോ അങ്ങനെ ചോദിച്ചത്? എനിക്ക് ശ്രീലക്ഷ്മിക്ക് ഇടയിൽ ചില ഇഷ്യൂസ് ഉണ്ടായെന്ന് വെച്ച് എനിക്ക് ശ്രീലക്ഷ്മിയുടെ സ്നേഹവും കെയറും ഒന്നും ഇല്ലെന്നാണോ ബ്രദറിലോ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ അടുത്ത 1-2 സിറ്റിംഗിൽ ശ്രീലക്ഷ്മി ഓക്കെ ആവും. ബ്രദറിലോ തെറ്റിദ്ധരിച്ച മട്ടാണല്ലോ. അല്ല ശ്രീലക്ഷ്മി, ഞാൻ പറഞ്ഞതില് വേറെ അർത്ഥമുള്ളതായിട്ട് തോന്നിയോ? മാഡത്തിന്റെ മനസ്സിലെന്താന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഐ മീൻ മാഡത്തിന് എന്നോട് കെയർ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. രവി സാറിന് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മാഡം. താങ്ക് യു ശ്രീലക്ഷ്മി. എന്നാലും ശ്രീലക്ഷ്മിയുടെ അവസ്ഥ ഇങ്ങനെയൊന്നായി പോയല്ലോ. എന്തായാലും ശ്രീലക്ഷ്മി ചെല്ല. എന്നാലും ബ്രദറിൻലോയോട് ഇവള് എന്ത് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറഞ്ഞാ പോയത്? ഇനി ഇവള് ബ്രദറിൻലോയോട് എന്റെ കുറ്റങ്ങൾ വല്ലതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കൂ? അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ നീട്ടി ഒരു ഏറി ഇപ്പോഴേ എറിയണം. അതിന് കാശ് കുറച്ച് കൂടുതലായാലും സാരമില്ല. ത്രിവിക്രമ, ഇങ്ങ് തന്നേക്ക് മാഡം. തനിക്കെങ്ങനെ മനസ്സിലായി ഞാൻ കാശ് കൊണ്ടാ വന്നേന്ന്? അത് പിന്നെ എനിക്കറിയില്ലേ. മാഡം നല്ല കുടുംബത്തിലുള്ളതല്ലേ, വാക്ക് പറഞ്ഞാൽ മാറില്ല. അപ്പോ തനിക്ക് കുടുംബമേ ഇല്ലെന്ന് തോന്നുന്നല്ലോ. പറയുന്നതൊന്ന്, ചെയ്യുന്നത് മുഴുവൻ വേറൊന്ന്. സത്യം പറയാലോ മാഡം, എനിക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. അതിലാരൊക്കെ ദുഃഖിക്കുന്നു ഞാൻ നോക്കാറില്ല. അത് കാഴ്ച പോകുന്നതിന് മുൻപും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഗുണം കിട്ടുന്നതോടൊപ്പം കൂടെയുള്ള ആളുകൾക്കും ഗുണം കിട്ടണം. അങ്ങനെ ഞാൻ ഓരോന്ന് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണല്ലോ ഒരു ഫോട്ടോ കാണിക്കുന്നതിന് 25 ലക്ഷം രൂപ തരാന്ന് ഞാൻ സമ്മതിച്ചത്. സമ്മതിച്ച കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ മാഡം. എങ്ങനെയാ സമ്മതിപ്പിച്ചതെന്ന് എനിക്കറിയാലോ. അതും കൂടി പറയാനാ ഞാൻ വന്നത്. ഇത് നമ്മൾ തമ്മിലുള്ള ലാസ്റ്റ് സെറ്റിൽമെന്റ് ആണ്. ഒരു ഫോട്ടോ ആ സുദർശനെയും സരോജത്തിനെയും കാണിക്കണം. അത് കഴിഞ്ഞ ഞാനും താനും തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിക്കും. പിന്നെ ഭീഷണിയുടെ സ്വരമായിട്ട് എന്റെ മുമ്പിൽ എങ്ങാനും തന്നെ കണ്ടുപോയ, ഇപ്പൊ കണ്ണല്ലേ ഇല്ലാതുള്ളൂ, പിന്നെ ചെവിയും മൂക്കും നോക്കും ഒന്നും ഉണ്ടാവില്ല ഇയാൾക്ക്. ശരിക്കും ഭീഷണിയുടെ സ്വരം ഇപ്പൊ മാഡത്തിന്റെ ആണല്ലോ. ബേസിക്കലി ഞാനൊരു പാവമാണ് മാഡം. പിന്നെ ഈ അവസ്ഥയില് വേറെ ജോലിക്കൊന്നും പോകാൻ വയ്യ. പൈസയ്ക്ക് അത്യാവശ്യം വന്നിരിക്കുന്ന സമയത്ത് മാഡത്തിനെ പോലുള്ള ആരെങ്കിലും വന്ന് ചാടും. ചിലര് മാഡം ഇന്ന് ചെയ്യുന്ന പോലെ പറഞ്ഞ കാശ് നയാ പൈസ കുറയാതെ തരും. മറ്റു ചിലര്
മാഡം അന്ന് ചെയ്ത പോലെ മുക്കുവണ്ടമോ കള്ളനോട്ടോ ഒക്കെ തന്ന് പറ്റിക്കും. ഇത് കള്ളനോട്ടൊന്നും അല്ലല്ലോ അല്ലേ മാഡം? കൊള്ളനോട്ടോ? ഇതിപ്പോ അറേഞ്ച് ചെയ്യാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് തനിക്കറിയോ? അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്നതാ. തനിക്ക് എന്തിനാ ഇത്രയും കാശ്, അതും ഈ ഒരു അവസ്ഥയില്? നിയമസഭാ മന്ദിരം കൊടുക്കുന്നു കേട്ടു. അത് വില ഒക്കുവാണേ ഇങ്ങ് വാങ്ങാന്ന് കരുതി. താൻ എന്നെ കളിയാക്കുവാണ്. പിന്നല്ലാതെ ഞാൻ എന്താ മാഡത്തിനോട് പറയേണ്ടത്? ഞാൻ ആ ഫോട്ടോ കൊണ്ടുപോയി സുദർശനെയും സരോജത്തിനെയും കാണിക്കണം. അത് കണ്ട ഉടനെ അങ്ങനെ നെഞ്ചിൽ പിടിച്ചോണ്ട് വീഴാൻ സാധ്യതയുണ്ട്. ചിലപ്പോ അങ്ങ് കാഞ്ഞുപോയി എന്നും വരും. ആ സരോജമ്മ അത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവരുടെ ജീവിതവും അവസാനിപ്പിക്കും. ഇത്രയൊക്കെ റിസ്ക് എലിമെന്റ്സ് ഉള്ള ടാസ്ക് ആണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. തരുന്നതോ വെറും 25 ലക്ഷം ഉലുവ. എന്നിട്ട് ഞാനിനി അത് എങ്ങനെ ചിലവാക്കുന്നു എന്ന് കൂടി മാഡത്തിന് അറിയണം. മാഡം വേറൊന്നും ആലോചിക്കണ്ട. ആ കാശിങ് തന്നിട്ട് സന്തോഷത്തോടെ പോയി ജോലി നോക്കിയാട്ടെ. മാഡം ആഗ്രഹിച്ചതും അതിനപ്പുറവും നേടിത്തരും ഈ ത്രിവിക്രമൻ. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളെ ഒരു തവണയിൽ കൂടുതൽ വിശ്വസിക്കരുതെന്നുള്ളതാണ് എന്റെ ഒരു പോളിസി. കൂടെ നിന്ന് ചതിച്ചവരാണെങ്കിൽ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ബ്രദർ ഇൻ ലോയും സാന്ദ്രയും തമ്മിലുള്ള ഫോട്ടോ വേണം താൻ അവരെ കാണിക്കാൻ. അല്ലാതെ മുമ്പത്തെ പോലെ അവരോടൊപ്പം ഇളിച്ചു നിന്ന് സെൽഫി എടുത്ത് പോരരുത്. തന്നെ ഇതിന് കൊള്ളൂലെന്ന് എനിക്ക് മനസ്സിലായതാ. പക്ഷേ തന്നോട് ഞാനൊരു തെറ്റ് ചെയ്തു. അതുകൊണ്ട് തനിക്ക് ഞാനൊരു അവസരം കൂടി തരുക. മാഡം, മുക്കുവണ്ണത്തിന്റെ കാര്യമൊക്കെ മാഡം മറക്കുന്നേ. ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. അല്ല മാഡം, കാശ് തന്നില്ല. ദാ മാഡം, ഞാനിത് മാഡത്തിനെ വിശ്വസിച്ചാ വാങ്ങുന്നു. ഇത് കാശാണോ, എത്രയുണ്ട്, അതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. എടോ ത്രിവിക്രമ, തന്റെ സംശയം എനിക്ക് മനസ്സിലായി. ഫ്രം അഡ്രസ് വെക്കാതെ ആ ഫോട്ടോ ഒരു കവറിലാക്കി ഒരു ഊമക്കത്തും എഴുതി അവളുടെ അഡ്രസ്സിലേക്ക് അയക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. താൻ ചെയ്യുന്ന ഈ ജോലി ചെയ്യാൻ തനിക്ക് പകരം 100 ആളുകളെ എനിക്ക് വേറെ കിട്ടും. എന്നിട്ടും ഞാൻ തന്നെ ഈ ജോലി ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയോ തനിക്ക്? എന്നേക്കാൾ പകയും ദേഷ്യവും ഒരു കാലത്ത് തനിക്ക് അവരോടുള്ളതുകൊണ്ട്. താനിത് ചെയ്യുമ്പോ അതിന് വേറൊരു ഭംഗിയാ. പഴയ കനലുകളൊക്കെ നെഞ്ചിക്കിടന്നിങ്ങനെ പുകയുമല്ലേ? ഊതി കത്തിക്ക് ത്രിവിക്രമ, ആളി കത്തട്ടെ. ആ തീയിൽ കിടന്ന് നീറണം ആ ശ്രീലക്ഷ്മിയും കുടുംബവും. മാഡം, മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട. മാഡം ആഗ്രഹിക്കുന്നത് നടക്കും, നടത്തിത്തരും ഞാൻ. രവി സാറിനോട് എനിക്ക് കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ ആ സുദർശനെയും സരോജത്തിനെയും ഞാൻ വിടില്ല. എന്നെ ചില്ലറയ്ക്കല്ല അവരെ ദ്രോഹിച്ചത്. കാഴ്ചയില്ലെങ്കിലും അനുഭവിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് വേണ്ടി മാഡം കാണും, മാഡത്തിന് വേണ്ടി ഞാൻ കേൾക്കും.
ശ്രീലക്ഷ്മി എഴുന്നേക്ക്. ശ്രീലക്ഷ്മി എഴുന്നേക്ക്, ഭക്ഷണം കഴിക്കും. വേണ്ട സർ, എനിക്ക് വിശപ്പില്ല. സാറ് കഴിക്കേ. ആ, അത് പറഞ്ഞാൽ പറ്റില്ല. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. എനിക്ക് വേണ്ട സർ, വേണ്ടാത്തോണ്ടാ. അങ്ങനെ വാശി പിടിച്ച് എങ്ങനെ ശ്രീലക്ഷ്മി? താൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ കഴിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അങ്ങനെയല്ല സർ നടക്കുന്നത്. ശ്രീലക്ഷ്മി, അത് സർ, ഞാൻ ഉദ്ദേശിച്ചത്, ഞാനിപ്പോ എന്റെ വീട്ടിലല്ലേ. ഞാനില്ലാത്ത ദിവസങ്ങളിൽ സാറ് വീട്ടിൽ തനിച്ചല്ലേ ആഹാരം കഴിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിൽ വിചാരിച്ച സാറിന് കഴിക്കാമല്ലോ. ഇനി അങ്ങോട്ടും എത്ര ദിവസം അങ്ങനെ പോണെന്ന് നമുക്കറിയില്ലല്ലോ. മനസ്സിലായി ശ്രീലക്ഷ്മി. താനിപ്പോ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ വിഷമത്തിന്റെ കാരണക്കാരനായ ഞാനും അപ്പൊ ആഹാരം കഴിക്കുന്നത് ശരിയല്ല. തനിക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും കാരണം ഞാൻ തന്നെയാണ് സർ. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. സാറിനും. ഞാൻ എന്റെ പ്രവൃത്തികൾ നിയന്ത്രിച്ചില്ല, അല്ലെങ്കിൽ എനിക്കതിന് കഴിഞ്ഞില്ല. പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് ചെയ്തത് ഞാന്. അതൊരിക്കലും സാർ ഏറ്റെടുക്കേണ്ട തെറ്റല്ല. എന്റെ അവസ്ഥ ഇവിടെ ഓഫീസിലും എല്ലാരും അറിഞ്ഞു അല്ലേ സർ? നമ്മുടെ സ്റ്റാഫുകളുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലും എന്നോടുള്ള ആ പഴയ സ്നേഹമല്ല ഉള്ളത്. സഹതാപത്തോടെ എന്നെ അവർ നോക്കുമ്പോ, സംസാരിക്കുമ്പോ എന്റെ ഈ അവസ്ഥ എനിക്ക് തന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല സർ. ശ്രീലക്ഷ്മി, ആരുടെയും ചിന്തകളെയും പ്രവൃത്തികളെയും നമുക്ക് മാറ്റാനാവില്ല. പക്ഷെ ശ്രമിച്ചാൽ നമുക്ക് മാറാനാവും. താൻ ആര് പറയുന്നത് ശ്രദ്ധിക്കാനോ ആരുടെയും സഹതാപം നിറഞ്ഞ നോട്ടങ്ങളെ ഫേസ് ചെയ്യാനും നിൽക്കണ്ട. തനിക്ക് വില തരാത്ത ഇടങ്ങളിൽ നിന്ന് താൻ മാറി നിൽക്കുക. ഒരു പരാതിയും ഇല്ലാതെ തന്നെ. അവഗണിക്കുന്നവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടേക്ക്. അവർക്കൊക്കെ മാറ്റങ്ങളിലൂടെ വേണം താൻ ഉത്തരം കൊടുക്കാൻ. ആരൊക്കെ അവഗണിച്ചാലും തള്ളിപ്പറഞ്ഞാലും തന്നെ വിട്ട് ഞാൻ പോകാത്തിടത്തോളം താൻ ഒറ്റക്കല്ല. തനിക്ക് ഞാനുണ്ട്. ഞാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും തന്നോടൊപ്പമുണ്ട്. എത്ര ദിവസമായി നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട്? താൻ കഴിക്ക. ഭക്ഷണത്തിന് മുന്നിലിരുന്ന് കണ്ണ് നനയ്ക്കാതെ ശ്രീലക്ഷ്മി. തന്റെ ദേഷ്യവും മനപ്രയാസവും വാശിയും ഭക്ഷണത്തോടും ഈ എന്നോടും കാണിക്കരുത്. വേണ്ട സർ, സാറ് കഴിക്കേ. താൻ കഴിക്കണോ? എനിക്ക് എപ്പോ വേണേലും കഴിക്കാലോ സർ. എന്റെ കൈകൊണ്ട് സാറിന് ഒരു പിടി ആഹാരം വാരിത്തരാൻ എനിക്കിനി കഴിഞ്ഞില്ലെങ്കിലോ? ഇതെന്റെ വലിയ ആഗ്രഹം. ചിലപ്പോ ഞാനീ തരുന്നത് അവസാനത്തെ ഒരു കൈ ആഹാരമാണെങ്കിലോ? എന്ത് ശ്രീലക്ഷ്മി താനീ പറയുന്ന? അതെ സർ, എനിക്ക് ട്രീറ്റ്മെന്റ് നടക്കല്ലേ. ട്രീറ്റ്മെന്റ് അവസാനം ഡോക്ടർ എനിക്ക് മാനസിക രോഗമാണെന്ന് ഉറപ്പിച്ച പിന്നെ വീട്ടിലെ ഒരിരുട്ട് മുറിയിലോ മെന്റൽ ഹോസ്പിറ്റലിലോ ആയിരിക്കില്ല സർ. ഭ്രാന്തുള്ള ആളുകളുടെ അടുത്തേക്ക് ആരാ സർ വരാറ്? ആരും വരാൻ പോകുന്നില്ല. 4 ചുമരുകൾക്കുള്ളിലെ ഇരുട്ടിലേക്ക് ഈ ശ്രീലക്ഷ്മിയുടെ ജീവിതം ഒതുങ്ങും. ചിലപ്പോ സാർ എന്റെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചാലും എന്റെ അടുത്തേക്ക് വരാൻ
സാറിനാരും സമ്മതിച്ചൊന്നും വരില്ല. പ്ലീസ് സ്റ്റോപ്പ് ദിസ് ശ്രീലക്ഷ്മി. താൻ ഈ പറയുന്നതൊക്കെ എന്താണെന്ന് തനിക്ക് വല്ല ബോധ്യമുണ്ടോ? താൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അതാ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അല്ല സർ, ഞാൻ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശ്രീലക്ഷ്മി, താൻ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടി വെറുതെ അനാവശ്യമായിട്ട് വിഷമിക്കുകയാണ്. താൻ മാത്രമല്ല ഇവിടെ വിഷമിക്കുന്നത്, എന്നെയും വിഷമിപ്പിക്കുക. കുറച്ച് ആളുകളോ സാഹചര്യങ്ങളോ ഒക്കെ നമ്മുടെ സന്തോഷത്തെ ഡിസ്റ്റർബ് ചെയ്തിരിക്കുകയാണ് ഇപ്പോ. ശ്രീലക്ഷ്മി, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും until my last breath തന്റെ കൈ എന്റെ കൈയോട് ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. എനിക്കറിയാം സർ, എന്നെ സാർ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നെ സാറിന് അത്രമാത്രം ഇഷ്ടമുള്ളതുകൊണ്ടാ ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നത്. ആ ഇഷ്ടത്തിന്റെ ഉറപ്പിന്മേലും. ആ ഉറപ്പ് എന്റെ ജീവന്റെ ഉറപ്പാണ് ശ്രീലക്ഷ്മി. സാറിപ്പോ കാണുന്നതും സംസാരിക്കുന്നതും സാറിന്റെ പഴയ ശ്രീലക്ഷ്മിയോടല്ല. സാർ എന്നോട് ഒരിക്കലും സഹതാപത്തിന്റെ ഭാഷയിൽ സംസാരിക്കരുത്. ഇപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ ശ്രീലക്ഷ്മിയാണ്. പഴയതും പുതിയതും എന്നൊന്നില്ല. അത് മാത്രം തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വൈകിയെന്ന് മാത്രം. ഞാൻ സ്നേഹിച്ചതും സ്വന്തമാക്കിയതും ഈ നിൽക്കുന്ന ആളെ തന്നെയാണ്. ആ പിന്നെ ചില ജീവിത സാഹചര്യങ്ങളുടെ കയറ്റിയിറക്കങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. ഈ കാർമേഘമൊക്കെ മാറിക്കഴിയുമ്പോൾ തെളിഞ്ഞ മാനം പോലെയാകും നമ്മളുടെ പ്രണയവും പ്രണയം കൊണ്ട് പടുത്തുയർത്തിയ നമ്മുടെ ജീവിതവും. ബാലമ്മ പോവാനിറങ്ങിയോ? അതെ സാന്ദ്രകുഞ്ഞെ, നിങ്ങളുടെ പുതിയ ഈ ഓഫീസൊക്കെ കാണണം എന്നുള്ളത് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇന്ന് അത് സാധിച്ചു. ബാലമ്മ രവി സാറിനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു കുഞ്ഞെ. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഡ്രൈവറോട് വീട്ടിൽ വിടാൻ പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞെ. മാത്രമല്ല, എനിക്ക് പോകുന്ന വഴിക്ക് 1-2 സ്ഥലത്ത് ഇറങ്ങുകയും വേണം. ബാലമ്മയുടെ ഇഷ്ടം. ഉം. പിന്നെ ബാലമ്മ, ഗായത്രി അമ്മ എന്തു പറയുന്നു? കുറെ ദിവസമായി അങ്ങോട്ട് വരണമെന്ന് കരുതുന്നു, പക്ഷെ സമയം കിട്ടുന്നില്ല. അമ്മ സുഖമായിട്ടിരിക്കുന്നോ? കുഞ്ഞിനറിയാലോ അവിടെ നടന്നതും നടക്കുന്നതും. സന്തോഷിക്കാവുന്ന കാര്യങ്ങളല്ലല്ലോ അതൊന്നും. അങ്ങോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കുഞ്ഞെ? ശ്രീലക്ഷ്മി കുഞ്ഞ് വീട് വിട്ടു പോയതിനു ശേഷം ഗായത്രി അമ്മയുടെ കണ്ണുനീര് തോന്നി ഞാൻ കണ്ടിട്ടില്ല. ബാലമ്മ, അമ്മയെ പറഞ്ഞു മനസ്സിലാക്കണം, ശ്രീലക്ഷ്മി വേഗം തിരിച്ചു വരുമെന്ന്. ഒരിക്കലും നടക്കില്ല. അതെന്താ ബാലമ്മ അങ്ങനെ പറഞ്ഞത്? ശ്രീലക്ഷ്മി കുഞ്ഞ് ആരുടെയൊക്കെയോ മുഖം മൂടി വലിച്ചു കയറണമെന്ന വാശിയില്ല. പക്ഷേ ആ മുഖം മൂടി വലിച്ചു കീറുമ്പോ വേറെ പലരും മുഖം മൂടി എടുത്ത് അണിയേണ്ടി വരും. അതിന്റെ നഷ്ടം വർമ്മൻ കുടുംബത്തിനും ലാഭം മുഖം മൂടി അണിയുന്നവനുമായിരിക്കും. അതുകൊണ്ട് എന്താണെങ്കിലും ഇവിടെ നിർത്തിക്കോളാൻ പറയണം. അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളുടെ എണ്ണം 1 നിന്നും 2 ആകും.